സോ ഇന്ന് നമ്മൾ ഡീൽ ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BA ഇംഗ്ലീഷ് ഫസ്റ്റ് ഇയറിലെ ദ ഹിൽ വി ക്ലൈംബ് എന്ന ചാപ്റ്ററാണ്. അതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നമ്മൾ ആദ്യം ഡീൽ ചെയ്യുന്നത്. യു ക്യാൻ സീ ദ അനാലിസിസ് ഇൻ ദ ഫ്രണ്ട് പാർട്ട് ഓർ ഇൻ ദ ടോപ്പ് പാർട്ട്. അവിടെ വെച്ച് നിങ്ങൾ പോസ് ചെയ്ത അനാലിസിസ് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. എനിവേ വിൽ മൂവ് ഓൺ ടു ദി ക്വസ്റ്റ്യൻസ് പാർട്ട്. വാട്ട് ഡസ് ഗോമൻ മീൻ ബൈ വി ബ്രേവ് ദ ബെല്ലി ഓഫ് ദ ബീസ്റ്റ്? വി ബ്രേവ് ദ ബെല്ലി ഓഫ് ദ ഫീസ്റ്റ് എന്നതുകൊണ്ട് ഗോർമൻ എന്താണ് ഉദ്ദേശിച്ചത്? Amanda Gorman means that people have faced very hard and dangerous times. വളരെ ഹാർഡായിട്ടുള്ള വളരെ ഭയാനകമായിട്ടുള്ള സമയങ്ങൾ ആളുകൾ ഫേസ് ചെയ്തു എന്നാണ് അമാന്ത ഗോർമൻ പറയുന്നത്. ദ ബെല്ലി ഓഫ് ദ ബീസ്റ്റ് സ്റ്റാൻഡ് ഫോർ ഗ്രേറ്റ് സ്ട്രഗിൾസ് ലൈക്ക് വയലൻസ്, ഡിവിഷൻ ആൻഡ് ഫിയർ. ഭയവും അതുപോലെ തന്നെ വേർതിരിക്കലും ഡിവിഷനും അതുപോലെ വയലൻസും എല്ലാം തന്നെ ആളുകൾ ഫേസ് ചെയ്ത വലിയ സ്ട്രഗിൾസ് ആണ്. ഈവൺ ഇൻ ദോസ് ഡാർക്ക് മൊമെന്റ്സ് പീപ്പിൾ വെർ ബ്രേവ് ആൻഡ് ഡിഡ് നോട്ട് ഗിവ് അപ്പ്. അത്തരത്തിലുള്ള ഡാർക്ക് ആയിട്ടുള്ള അവസരങ്ങളിൽ പോലും ആളുകൾ ധൈര്യത്തോടെ നിന്നും ബ്രേവായിട്ട് അതുപോലെ തന്നെ തോറ്റു കൊടുത്തില്ല. ഇനി രണ്ടാമത്തെ നോക്കൂ. എക്സ്പ്ലെയിൻ ദ എക്സ്പ്രഷൻ വാട്ട് ജസ്റ്റ് ഈസ് ഇൻ ഓൾവേസ് ജസ്റ്റിസ്. ജസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും നീതിയല്ല, ജസ്റ്റിസ് അല്ല എന്ന എക്സ്പ്രഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഗോർമൻ മീൻസ് that what exists in society is not always fair. സമൂഹത്തിൽ നിലനിൽക്കുന്ന കാര്യങ്ങൾ എപ്പോഴും നീതിയുക്തമല്ല, നീതിയല്ല. Something may seem normal or accepted, but that doesn't mean it is right. ചിലപ്പോൾ ചിലത് നോർമലായിട്ട് നമുക്ക് തോന്നാം, അല്ലെങ്കിൽ അത് ജനങ്ങളെല്ലാം കൂടി സ്വീകരിച്ച ഒരു കാര്യമായിരിക്കാം. പക്ഷേ അതെപ്പോഴും റൈറ്റ് ആയിരിക്കില്ല, ശരിയായിരിക്കില്ല, അല്ലെങ്കിൽ അവകാശം നീതിയുള്ളതായിരിക്കില്ല. ഷീ റിമൈൻഡ്സ് us that true justice needs fairness and equality for everyone. അവിടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് എന്താണെന്ന് വെച്ചാൽ യഥാർത്ഥത്തിലുള്ള നീതി അത് ഫെയർനെസ്സും അതുപോലെ തന്നെ എല്ലാവർക്കും സമത്വവും നിറഞ്ഞ കാര്യമായിരിക്കണം. ഇനി മൂന്നാമത്തെ നോക്കൂ. ഡിഫൈൻ ദ നേച്ചർ ഓഫ് എ യൂണിയൻ വിത്ത് എ പർപ്പസ് ആസ് ഡിസ്ക്രൈബ് ബൈ ഗോർമൻ. ഡിസ്ക്രൈബ് ചെയ്യുന്ന പോലെ ഒരു യൂണിയൻ വിത്ത് പർപ്പസ് എന്നതിൻ്റെ നേച്ചർ പറയാൻ. A union with a purpose means people coming together to make their nation better. എല്ലാവരും ഒരുമിച്ച് നിന്ന് അവരുടെ രാജ്യത്തെ ബെറ്റർ ആക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. It is not just about being united but about working together for peace and equality. സമാധാനത്തിനും സമത്വത്തിനും വേണ്ടി ഒരുമിച്ച് നിന്ന് വർക്ക് ചെയ്യുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. എന്തല്ല, കേവലമായിട്ടുള്ള ഒത്തൊരുമയോ യൂണിറ്റിയോ അല്ല. ഓക്കെ. Gorman says unity should help to bring real change and hope for the future. ഗോർമൻ പറയുന്നത് നമ്മളെ ഏകീയമായിട്ട് നിൽക്കുക അല്ലെങ്കിൽ ഒറ്റക്കെട്ടായി നിൽക്കുന്നത് മാറ്റങ്ങൾ കൊണ്ടുവരാനും ഭാവിയെക്കുറിച്ച് പ്രതീക്ഷ നൽകുന്നതുമായിരിക്കണം. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഡസ് അമാന്ത ഗോർമൻ വാണ്ട് ദ ഗ്ലോബ് ടു സേവ് ടു ബി ട്രൂ? ഷീ വാണ്ട്സ് ദ വേൾഡ് ടു സേ ദാറ്റ് ഈവൻ വെൻ വി വേർ ഹേർട്ട് വി സ്റ്റിൽ ഗ്രൂ സ്ട്രോങ്. നമ്മൾ വേദനിക്കുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ വേദനിപ്പിക്കപ്പെട്ട് കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിലും ഹേർട്ടായ സമയത്താണെങ്കിലും നമ്മൾ സ്ട്രോങ്ങർ ആവുന്നുണ്ട്, നമ്മൾ വീണ്ടും ശക്തി പ്രാപിക്കുന്നുണ്ട്, ശക്തരാവുന്നുണ്ട്. ഷീ ഹോപ്സ് പീപ്പിൾ വിൽ സേ ദാറ്റ് വി ബിൽഡ് എ കൺട്രി ബേസ്ഡ് ഓൺ ലവ് ആൻഡ് ജസ്റ്റിസ്. അവൾ പ്രതീക്ഷിക്കുന്നത് ജനങ്ങൾ നമ്മുടെ സ്നേഹത്താലും അതുപോലെ തന്നെ നീതിയാലും കെട്ടിപ്പടുക്കപ്പെട്ട അല്ലെങ്കിൽ അതിൽ ബേസ് ചെയ്ത് ബിൽഡ് ചെയ്യപ്പെട്ട ഒരു രാജ്യത്താണ് നമ്മൾ ഉണ്ടാക്കിയത് എന്ന് ഭാവിയിൽ ജനങ്ങൾ പറയുമെന്നാണ് അവൾ വിശ്വസിക്കുന്നത്, അവൾ പ്രതീക്ഷിക്കുന്നത്. ഹെർ ഡ്രീം ഈസ് ഫോർ പീസ് ആൻഡ് യൂണിറ്റി ടു ബി റിയൽ, നോട്ട് ജസ്റ്റ് വേർഡ്സ്. അവൾ പ്രതീക്ഷിക്കുന്നത്, അവളുടെ സ്വപ്നം യഥാർത്ഥത്തിലുള്ള സമാധാനവും യഥാർത്ഥത്തിലുള്ള യൂണിറ്റിയുമാണ്, കേവലമായിട്ടുള്ള വാക്കുകളല്ല. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഈസ് ദ സ്ക്രിപ്ചർ ആസ്ക്സ് അസ് ടു എൻവിഷൻ? എന്താണ് സ്ക്രിപ്ചർ നമ്മളോട് എൻവിഷൻ ചെയ്യാൻ പറയുന്നത്? ദ സ്ക്രിപ്ചർ ആസ്ക്സ് അസ് ടു ഇമാജിൻ. നമ്മളോട് ഇമാജിൻ ചെയ്യാൻ പറയുകയാണ്, നമ്മൾ കാണാൻ പറയുകയാണ്, കാഴ്ചപ്പാടുണ്ടാക്കാൻ പറയുകയാണ്. എ വേൾഡ് വെയർ എവരി വൺ ക്യാൻ സിറ്റ് സേഫ്ലി അണ്ടർ ദെയർ ഓൺ ട്രീ ആൻഡ് വൈൻ. അവരുടെ പടർപ്പുകളുള്ള ചില്ലകളുള്ള മരത്തിന് മേലെ എല്ലാവർക്കും ഒരേപോലെ ഇരിക്കാൻ സാധിക്കുന്ന ഒരു മരം ഉണ്ടാകുക, അല്ലെങ്കിൽ അങ്ങനെ പറ്റുക, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുക എന്നുള്ളതാണ് സ്ക്രിപ്ചർ പറഞ്ഞു തരുന്നത്. ദിസ് മീൻസ് എ പീസ്ഫുൾ പ്ലേസ് വെയർ ഓൾ പീപ്പിൾ ലീവ് ഫ്രീലി വിത്തൗട്ട് ഫിയർ. എല്ലാവരും ഭയങ്ങളില്ലാതെ എല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്ന, സമാധാനത്തോടെ ജീവിക്കുന്ന ഒരു സ്ഥലമാണ്. ഇറ്റ് റെപ്രസെൻറ്റ്സ് കംഫർട്ട്, ഇക്വാലിറ്റി, ഹാപ്പിനെസ് ഫോർ ഓൾ. അത് കംഫർട്ടും സമത്വവും അതുപോലെ തന്നെ എല്ലാവർക്കും സന്തോഷം നൽകുന്ന ഒരു കാര്യത്തെയാണ് അത് റിപ്രസെന്റ് ചെയ്യുന്നത്. ഇനി ക്വസ്റ്റ്യൻസ് നോക്കൂ. ഇവാലുവേറ്റ് ദ ഫ്രേസ് എ ഫോഴ്സ് ദാറ്റ് വുഡ് ഷാറ്റർ ദ നാഷൻ യൂസ്ഡ് ബൈ അമാന്ത ഗോർമൻ. അമാന്ത ഗോർമൻ പറഞ്ഞിട്ടുള്ള എ ഫോഴ്സ് ദാറ്റ് വുഡ് ഷാറ്റർ നാഷൻ എന്ന ഫ്രേസിനെ ഇവാലുവേറ്റ് ചെയ്യുക, വിലയിരുത്തുക എന്നുള്ളതാണ്.
The phrase "a force that would shatter the nation" means a danger that could divide or destroy the country. രാജ്യത്തെ തന്നെ ഒട്ടാകെ നശിപ്പിക്കാൻ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ശക്തി എന്നാണ്, ഒരു ഭയം അല്ല, ഒരു 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 വിപത്ത് എന്നാണ് ഇവിടെ എ ഫോഴ്സ് ദാറ്റ് വുഡ് ഷാറ്റർ ദ നാഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അമാദ ഓർമൻ യൂസസ് ഇറ്റ് ടു ഡിസ്ക്രൈബ് ടൈംസ് ഓഫ് ഗ്രേറ്റ് കോൺഫ്ലിക്റ്റ് സച്ച് ആസ് ഹെയ്റ്റ്, വയലൻസ് ആൻഡ് പൊളിറ്റിക്കൽ ഡിവിഷൻ. അമാദ ഓർമൻ പറയുന്നത് വലിയ വിപത്തുകളുള്ള അല്ലെങ്കിൽ പ്രശ്നങ്ങളുള്ള സമയമാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളാണ് ഹെയ്റ്റും വയലൻസും പൊളിറ്റിക്കൽ രാഷ്ട്രീയമായിട്ടുള്ള വിഭജനങ്ങൾ പോലെയുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഒരു സിറ്റുവേഷനെയാണ്, സമയത്തെയാണ് അമാദ ഓർമൻ ഇത് പറയുന്നത്. ഷീ ഷോസ് ദാറ്റ് ദ പീപ്പിൾ ഓഫ് ദ നാഷൻ stood firm and did not allow these forces to break them apart. അപ്പോൾ രാജ്യത്തിൻ്റെ ശക്തികൾ അല്ലെങ്കിൽ രാജ്യത്തിലെ ജനങ്ങൾ എന്ത് ചെയ്തു, ഒറ്റക്കെട്ടായി നിന്നിട്ട്, ശക്തരായി നിന്നിട്ട് ഇത്തരം ഫോഴ്സുകൾ, ഇത്തരം ശക്തികൾക്ക് നമ്മളെ പിരിക്കാൻ, പരസ്പരം തകർക്കാനുള്ള വിടയർത്തിയില്ല എന്നാണ് അവൾ കാണിക്കുന്നത്. ഇൻസ്റ്റെഡ് ദേ ചോസ് ടു സ്റ്റാൻഡ് ടുഗദർ വിത്ത് ഹോപ്പ്. പകരമായിട്ട് അവരെന്ത് ചെയ്തു, എല്ലാവരും പ്രതീക്ഷയോടെ ഒറ്റക്കെട്ടായി നിന്നു, എല്ലാവരും ധൈര്യത്തോടെ ഏകീയതയോടെ ഒറ്റക്കെട്ടായി നിന്നു. ഗവൺമെൻറ് റിമൈൻസ് us that even though the country faced challenges, its people were strong enough to overcome them. നമ്മുടെ രാജ്യം, നമ്മുടെ നാട് ചലഞ്ചുകൾ ഫേസ് ചെയ്തു, ഭയങ്കര വെല്ലുവിളികൾ ഫേസ് ചെയ്തു എങ്കിലും ജനങ്ങൾ എന്തായാലും ഒറ്റക്കെട്ടായിട്ട് അതിനെ തരണം ചെയ്തു. ഹെർ വേർഡ്സ് ഷോ ദാറ്റ് യൂണിറ്റി ആൻഡ് ലവ് ആർ മോർ പവർഫുൾ ദാൻ ഹെയ്റ്റ് ആൻഡ് ഫിയർ. അവളുടെ വാക്കുകൾ പറയുന്നത് ഒറ്റക്കെട്ടായി നിൽക്കുന്നതും ഐക്യവും അതേപോലെ തന്നെ സ്നേഹവുമാണ് ഹെയ്റ്റിനേക്കാൾ അല്ലെങ്കിൽ ഭയത്തേക്കാൾ ഏറ്റവും ശക്തിയായിട്ടുള്ളത് എന്നുള്ളതാണ്. ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഐഡന്റിഫൈ ദ മെസ്സേജ് ദാറ്റ് അമാൻഡ ഗോർമാൻ എൻഡ്സ് വിത്ത് ഇൻ ഹെർ പോയം ദ ഹിൽവി ക്ലൈംബ്. ദ ഹിൽവി ക്ലൈംബ് എന്ന കവിതയിൽ അമാൻഡ ഗോർമാൻ അവസാനിപ്പിക്കുന്ന ഒരു സന്ദേശം എന്താണ്? എന്ത് സന്ദേശം വെച്ചാണ് കവിത അവസാനിപ്പിക്കുന്നത്? അറ്റ് ദ എൻഡ് ഓഫ് ദ പോം അമാൻഡ ഗോർമാൻ ഗിവ്സ് എ മെസ്സേജ് ഓഫ് ഹോപ്പ് ആൻഡ് ബ്രേവറി. ധൈര്യത്തിൻ്റെയും അതുപോലെ തന്നെ പ്രതീക്ഷയുടെയുമുള്ള ഒരു മെസ്സേജാണ് അമാൻഡ ഗോർമാൻ വായനക്കാർക്ക് കൊടുക്കുന്നത്. ഷീ സേയ്സ് ദർ ഈസ് ഓൾവേസ് ലൈറ്റ് ഇഫ് വി ആർ ബ്രേവ് ഇനഫ് ടു സീ ഇറ്റ് ആൻഡ് ടു ബി ഇറ്റ്. നമ്മൾ സ്വയം വെളിച്ചമാവാൻ അല്ലെങ്കിൽ സ്വയം വെളിച്ചത്തെ കാണാൻ പ്രാപ്തരാകുന്നുണ്ടെങ്കിൽ അവിടെ എപ്പോഴും വെളിച്ചമുണ്ടാകുമെന്നാണ് അവൾ പറയുന്നത്. ദിസ് മീൻസ് ദാറ്റ് എവരി വൺ ഹാസ് ദ പവർ ടു ബ്രിങ് ഗുഡ്നെസ് ആൻഡ് ചേഞ്ച് ദ വേൾഡ്. ലോകത്ത് മാറ്റം കൊണ്ടുവരാനും ലോകത്ത് നന്മ കൊണ്ടുവരാനുമുള്ള ശക്തി എല്ലാവർക്കും ഉണ്ട് എന്നാണ് അവൾ മുന്നോട്ട് വെക്കുന്നത്. ഷീ എൻകറേജസ് പീപ്പിൾ ടു ലുക്ക് ബിയോണ്ട് ഡാർക്ക്നെസ് ആൻഡ് പെയിൻ ആൻഡ് ടു ബിലീവ് ദാറ്റ് എ ബ്രൈറ്റർ ഫ്യൂച്ചർ ഈസ് പോസിബിൾ. അവൾ ജനങ്ങളെ എൻകറേജ് ചെയ്യുന്നത് എല്ലാവരും ഈ ഇരുളാർന്ന അല്ലെങ്കിൽ വേദനയുടെ സമയത്ത് നിന്ന് അല്ലെങ്കിൽ വേദനയുടെ സിറ്റുവേഷനിൽ നിന്ന് പുറത്തു വന്നുകൊണ്ട് അല്ലെങ്കിൽ അതിലുപരിയായിട്ട് അവർക്ക് ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഭാവിയുണ്ട് എന്നുള്ള വിശ്വാസം, എന്നുള്ള പ്രതീക്ഷ വെക്കാനാണ്. ഹെർ ഫൈനൽ മെസ്സേജ് ഈസ് ദാറ്റ് യൂണിറ്റി, കറേജ് ആൻഡ് കൈൻഡ്നസ് ക്യാൻ ഹെൽപ്പ് us climb any hill and create a peaceful world. അവളുടെ അവസാനത്തെ മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ധൈര്യമുള്ള, കറേജുള്ള, കൈൻഡ്നസ് ഉള്ള ഒരു സമയത്ത് എടുക്കാൻ പറ്റും. അങ്ങനെയുള്ളൊരു മലയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കയറാൻ പറ്റും. അങ്ങനെ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സമാധാനപരമായിട്ടുള്ള ഒരു ലോകം നമുക്ക് പെടുത്തുറത്താൻ സാധിക്കും. തേർഡ് ക്വസ്റ്റ്യൻ നോക്കൂ. റൈറ്റ് നോട്ട് ഓൺ ദ പവർ ഓഫ് സ്പോക്കൺ വേർഡ് പോയട്രി ടു address issues of social relevance. Spoken word poetry is powerful because it uses voice, emotion and rhythm to share real life issues പകരുവാനായിട്ട്, കാണിച്ചു വെക്കുവാനായിട്ട് അവർ റിതമും വൈകാരങ്ങളും ശബ്ദങ്ങളും എല്ലാം തന്നെ വോയിസ് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ത്രൂ സ്പോക്കൺ വേർഡ്സ് പോയറ്റ്സ് ലൈക്ക് അമാൻഡ ഗോർമാൻ can talk about racism, inequality and the hope in a way that touches people's hearts. ജനങ്ങളുടെ ഹൃദയം സ്പർശിക്കുന്ന രീതിയിലുള്ള പ്രതീക്ഷയെക്കുറിച്ച്, ഇനിക്വാലിറ്റിയെക്കുറിച്ച്, റേസിസത്തിനെ കുറിച്ചെല്ലാം തന്നെ അമാൻഡ ഗോർമാൻ പോലെയുള്ള കവികൾക്ക് സ്പോക്കൺ വേർഡ്സിലൂടെ കാര്യങ്ങൾ കൺവേ ചെയ്യാൻ പറ്റുന്നു. സ്പോക്കൺ വേർഡ് പോയട്രി ക്യാൻ ഇൻസ്പയർ പീപ്പിൾ ടു തിങ്ക്, ആക്ട് ആൻഡ് ബ്രിങ് ചേഞ്ച് ഇൻ സൊസൈറ്റി. സ്പോക്കൺ വേർഡ് പോയട്രി ജനങ്ങളെ കൊണ്ട് പ്രവർത്തിക്കാനും സമൂഹത്തിൽ ചിന്തിക്കാനും അതേപോലെ തന്നെ സമൂഹത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാനും എല്ലാം പ്രാപ്തനാക്കുന്നു അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്യുന്നു. ഇറ്റ് ടേൺസ് പോയട്രി ഇൻ ടു എ ലിവിങ് പവർഫുൾ മെസ്സേജ് ദാറ്റ് റീച്ചസ് ബോത്ത് ദ മൈൻഡ് ആൻഡ് ദ ഹേർട്ട്. ഹൃദയത്തെയും ബുദ്ധിയെയും തന്നെ അതിലേക്ക് എത്തുന്ന തരത്തിലുള്ള പവർഫുള്ളായിട്ടുള്ള ജീവസുറ്റ ഒരു മെസ്സേജ് കൊടുക്കാൻ ഇത്തരത്തിലുള്ള സ്പോക്കൺ പോയട്രിക്ക് കാണിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ബൈ കമ്പൈനിങ് ആർട്ട് ആൻഡ് ട്രൂത്ത്, ആർട്ടും സത്യവും, അതായത് കലയും സത്യവും ഒരുമിച്ച് ചേർക്കുന്നതിലൂടെ ഇറ്റ് ബിക്കംസ് എ സ്ട്രോങ് ടൂൾ ഫോർ സോഷ്യൽ അവയർനെസ് ആൻഡ് യൂണിറ്റി. സോഷ്യൽ അവയർനെസ്സിനും അതുപോലെ തന്നെ യൂണിറ്റിക്കുമുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടൂളായിട്ട് മാറുകയാണ് ഇവിടെ സ്പോക്കൺ വേർഡ് പോയട്രി.